ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞങ്ങൾ ഇതാ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൗസ് വാമിംഗ് ആണ്. അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ദിവസം മുന്നെയാണ് നമ്മൾ പാല് കാച്ചിട്ട് വീട്ടിലേക്ക് കയറിയത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓട്ടവും പാച്ചിലൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാനും പറ്റിയില്ല. ആകെ ടയേർഡാണ്. ഞാനാണെങ്കിൽ ഒരു തളർന്ന ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇത് അന്നത്തെ ദിവസം ഫുഡ് ഉണ്ടാക്കുകയാണ്. തലേ ദിവസമായിട്ട് നമ്മൾ പാല് കാച്ചിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഗ്യാസൊക്കെ ഓൺ ചെയ്തത്. അല്ലാതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പാല് കാച്ചി താമസിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലെ നീർദോശയും കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പന്തൽ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 2 ദിവസം മുന്നേ നല്ല മഴയേനി. അപ്പോൾ വിചാരിച്ച് മഴ കൊണ്ടുപോകും പന്തൽ, പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ വെയിലൊക്കെ നന്നായിട്ട് തന്നെ വെയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ചൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ശ്രീമോൾ ഇത് രാവിലെ എഴുന്നേറ്റ് ഇതാ കണ്ണാടീൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു പുതിയ വീട്ടിലെത്തിയാൽ ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. ആകെ ഒരു വീട് മാറിയതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇതാ ദോശ കഴിക്കുന്നില്ല, ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് എയർ ഫ്രയറിൽ വേഗം അങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഷുഗറിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് അരി കഴിക്കാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മളെ വാവയ്ക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ 7 മാസമായി ഇപ്പോൾ. അപ്പോൾ ഈ സാധനങ്ങൾ ഒതുക്കലും പിടിക്കലൊക്കെ ആയിട്ട് തീരെ ഒരു റെസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആകെ ഭയങ്കര ക്ഷീണം പിടിച്ചൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിനായിട്ട് വീടൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പന്തലിൻ്റെ ആൾക്കാർക്കൊക്കെ ചായയൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ ചൂടും ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ വാരി കെട്ടി ആണ് കേട്ടോ കിച്ചണിൽ പണിയെടുക്കുന്നത്. അത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അപ്പോൾ എന്തോ ഒരു ദൈവത്തിൻ്റെ എന്തോ ഒരു ഇതുകൊണ്ടാണ് നല്ലൊരു വീട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ദൈവത്തിൻ്റെ അടുത്ത്. ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ദൈവം തന്നല്ലോ, അതുതന്നെ വലിയ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ പണി കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇലക്ട്രിക്കിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ബാക്കി ഇനിയും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫർണിച്ചറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ വ്ളോഗാണ് ഞാൻ പിറ്റേ ദിവസം എടുത്താണ്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഒന്നുമില്ല, വീട്ടിൽ നിന്ന് തന്നെയുള്ള മേക്കപ്പാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വിളിച്ചവരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു രാവിലെ ഒരു 11:30 മുതലാണ് ഫംഗ്ഷൻ വെച്ചത്, വൈകുന്നേരം വരെ. അപ്പോൾ ശ്രീമോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്ന് സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ പ്രഗ്നൻറ്റും കൂടി അതുകൊണ്ട് നല്ല ഒതുക്കത്തിൽ തന്നെ സാരിയൊക്കെ കൊടുത്ത്. പക്ഷേ എല്ലാവരും പറഞ്ഞ് സാരി കൊടുത്തിട്ട് അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. അങ്ങനെ ഞാനിങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ. അങ്ങനെ ചൂടത്ത് സാരി കൊടുത്ത് നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ ഏട്ടൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാരൊക്കെ ഗിഫ്റ്റ് കൊണ്ട് തന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെയാണ് പൊട്ടിച്ചൊക്കെ നോക്കിയത്, ക്ലോക്കാണെന്ന് തോന്നുന്നു. കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിറയെ ആളായിരുന്നു രാത്രി വരെ ഫുള്ള്. പിന്നെ നമ്മളെ MLA വന്നിട്ടുണ്ടായിരുന്നു, തോട്ടത്തിൽ രവീന്ദ്ര സാറ്. അപ്പം ഏട്ടൻ പാർട്ടിയിലൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ MLA ആയിട്ടൊക്കെ നല്ലൊരു ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് സാറ് വന്നിട്ട് നമ്മളോട് ഫോട്ടോ എടുക്കാനും ഒക്കെ നിന്ന് നമ്മളെ വീട്ടിൽ വന്ന് തന്നെ വലിയൊരു കാര്യം. ചായയൊക്കെ കുടിച്ചതിന് ശേഷം സാറ് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് ബിരിയാണിയാണ്. ബിരിയാണി ചിക്കൻ ബിരിയാണി, അല്ലാത്തവർക്ക് ചോറും കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഞാൻ അകത്തേക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്താണ്. അപ്പോൾ സാറ് ഇറങ്ങുകയാണ്. ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല, ചായ കുടിച്ച് അപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും സാറ് പോകുമ്പോൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്ക് പറഞ്ഞ എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ എൻ്റെ സാരിയൊക്കെ അവിടെ മാറ്റി ഞാനൊരു ചുരിദാർ എടുത്തിട്ടോ. കാരണം ഈ ഒരു സമയത്ത് പ്രഗ്നൻസീൻ്റെ സമയത്ത് എനിക്ക് സാരിയും കൂടി ഇട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാറ് കൂടി ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനും സാറും കൂടി സാറിനെ കൊണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഏട്ടനൊരു പൊതുപ്രവർത്തകനും കൂടിയാണ് കേട്ടോ. പിന്നെ രാത്രിയായ സമയത്ത് അച്ഛൻ്റെ അനിയന്മാരും
എല്ലാവരും ഭയങ്കര ഡാൻസാണ്. അനിയന്മാരും അച്ഛൻ്റെ അനിയന്മാരും ഒക്കെ ആയിട്ട് ഭയങ്കര ഡാൻസാണ്. പിന്നെ നമ്മൾ അച്ഛതാ ഡാൻസ് കളിച്ച് തകർക്കുന്നുണ്ട്. അച്ഛനെ ഇങ്ങനെയൊക്കെ ഇതാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇങ്ങനൊരു വീട് പിന്നെ ഇങ്ങനെയൊരു ആഘോഷമാക്കി ഭയങ്കരമാക്കി എല്ലാവരും നല്ലൊരു ഇതിലാക്കി തന്നിട്ടുണ്ട്. നല്ല സന്തോഷം. അപ്പോൾ ഇതാ ശ്രീമോളെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ അന്നൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ മോളെ കൊണ്ടൊരു കേക്കും കട്ട് ചെയ്യിപ്പിച്ച് സിമ്പിളായിട്ട്. അപ്പോൾ എത്ര ആൾക്കാരുണ്ട് എന്നാലും നമ്മളൊരു കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ അത് ശ്രീമോൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഏതായാലും നമുക്കൊരു വീടായല്ലോ. അപ്പോൾ ദൈവത്തിനോട് നന്ദി. പിന്നെ അങ്ങനെ ഫങ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് രാത്രി വരെ ആൾക്കാരുണ്ടായിരുന്നു. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ കുറച്ച് ഭാഗങ്ങളാണ് എടുത്തത്. കാരണം ഒന്നാമത്തെ തീരെ വയ്യ, തീരെ റെസ്റ്റ് ഇല്ലായിരുന്നല്ലോ നമുക്ക്. പിന്നെ ഇങ്ങനെ സാധനങ്ങൾ എടുക്കാൻ പോകലും ക്ലീനിങ്ങും കാര്യങ്ങളും പണിക്കാരെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ശ്രീമോളെ മേലൊക്കെ കേക്കൊക്കെ ആക്കി. പിന്നെ അനിയനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനതാ സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ആഘോഷിച്ച് എല്ലാവരും രാത്രി ഫുഡൊക്കെ കഴിച്ച് തരാണ് കേട്ടോ പോയത്. പിന്നെ ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വീടൊന്നും ഇടാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്നെ നടുക്കിരുത്തിയിട്ട് എല്ലാവരും ഇത് ഒപ്പന കളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ എപ്പോഴും നമുക്കൊന്ന് വീഡിയോയിൽ കൂടെ നമുക്ക് എപ്പോഴും കാണാമല്ലോ. അപ്പോൾ അതെല്ലാം നല്ല രസമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പം തന്നെ. അങ്ങനെ എന്താ പാപ്പന്മാരും അനിയന്മാരെ ഫ്രണ്ട്സും ഒക്കെ കൂടിയാണ് കേട്ടോ കളിക്കുന്നത്. പിന്നെ നമ്മളച്ഛനും നമ്മളെ പിന്നെ പാപ്പന്മാരെ മക്കളൊക്കെ കൂടിയായിട്ട് ഡാൻസ് കളിക്കുകയാണ്. പിന്നെ നമുക്കിതാ കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കണം. അപ്പം അതൊക്കെ ഇനി ഒന്ന് ഒതുങ്ങി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഹോം ടൂർ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.